ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്നല്ല, എന്നും രാവിലെ പശുക്കൾക്ക് ഇപ്പോൾ പോച്ച എത്താൻ ഇവിടെ കൃഷിയിടം ഈ ഹൈവേ സൈഡ് ആയതുകൊണ്ട് ഹൈവേയുടെ സ്ലോപ്പിൽ നിറച്ചും കാട് പിടിച്ചിട്ടുണ്ട്. നിറയെ കാടുണ്ട്. ഇതുപോലെ പശുക്കൾക്ക് തിന്നാൻ പാകത്തിലുള്ള നല്ല പുല്ല ഈ കാണുന്നതല്ല. അപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, രാവിലെ 2 പേരും നമ്മളും കൂടെ ചേർന്നിട്ട് ഫുൾ വെട്ടിയെടുത്ത് ഏസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരു ദിവസത്തേക്കോ അല്ല 2 ദിവസത്തേക്കുള്ള തീറ്റ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ തീറ്റ ഇതാക്കുന്നത്. കച്ചിയും തീർന്നിരിക്കുവാണ്. ഈ ഹൈവേയിലെ ഇത് ഫുള്ളായിട്ട് നമ്മൾ വെട്ടിയെടുത്ത്, ഈ ഹൈവേയിലെ സ്ലോപ്പിലുള്ള ഫുൾ പുല്ലും നമ്മൾ വെട്ടിയെടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ പശുക്കൾ ഉണ്ടെങ്കിൽ തന്നെ ആ നാട്ടിലെ കുറേ അധികം പോച്ചകൾ നമുക്ക് വെട്ടി മാറ്റാനും ഒക്കെ പറ്റും. നമ്മൾ മാത്രമല്ല, നാട്ടിലെ പശുക്കളുള്ള കുറേ കർഷകർ ഇതുപോലെ വന്ന് വെട്ടുന്നത് കാണാം. അപ്പോൾ അത് ഒരു തരത്തിലുള്ള ഒരു സർവീസാണത്. കർഷകർ ചെയ്യുന്ന ഒരു സർവീസാണത്. അത് 2 ഉപകാരമുണ്ട്. കർഷകർക്ക് ഉപകാരമുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിന് ഉപകാരമുണ്ട്. ഇതൊരു ഭീകര സസ്യമാണ്, ഇൻവേസീവ് സ്പീഷീസ് ആണ്, അധിനിവേശ സസ്യം. നമ്മുടെ നാടിനെ വിഴുങ്ങാൻ പാകത്തിലാണ് ആക്ച്വലി ഈ ആനത്തൊട്ടാവാടി എന്ന് പറഞ്ഞ സസ്യം ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിന് ഭയങ്കര ദ്രോഹമായിട്ടുള്ള ഒരു സസ്യമാണിത്. ഇതും ഇതിനിടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഈ ഇല പശുക്കൾ തിന്നുന്നില്ല കേട്ടോ.